ഹലോ ഡിയേഴ്സ്, ആര്യം ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് തമ്പനയിൽ കാണുന്നത് പോലെ ഒരു പാൻറ്റ് 28 വേസ്റ്റുള്ള ഒരു പാൻറ്റ് കട്ട് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. സ്റ്റിച്ചിങ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് വരുന്നത്. അപ്പോൾ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ 28 ആണ് നമുക്ക് വേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ സെൽവെഡ്ജുള്ള സൈഡാണ് ഞാൻ നിൽക്കുന്ന ഒരു സൈഡിലേക്കായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ മാർക്കിംഗ് എല്ലാം കൊടുക്കുന്നത്. 28 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ച് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൽവെജിൻ്റെ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് അവിടെ സീം അലവൻസ് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് അതിന് ശേഷം 7 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറേക്കും 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് സീറ്റിലേക്കുള്ള ലെങ്ത്തും വിഡ്ത്തുമാണ് അവിടെ കാണിക്കുന്നത്. അവിടെ 28ൻ്റെ കൂടെ +4 അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 4. 32ൽ നിന്ന് 4 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് 8ആണ് ആൻസർ കിട്ടുന്നത്. സീറ്റിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത് 8 ഇഞ്ചാണ്. പിന്നെ നമുക്കവിടെ തയ്യൽ തുമ്പ് കൊടുക്കണം. ഇപ്പറേ സൈഡിൽ ഓൾറെഡി നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ക്രോച്ചിൻ്റെ സൈഡിലേക്കാണ് നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് എന്നുള്ളതിൽ നിന്ന് ഞാൻ 1 ഇഞ്ചും കൂടി അങ്ങോട്ട് കൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ സീം അലവൻസ് വേണ്ടത് കൊണ്ട്. നോർമലി ബോയ്സിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നവർ ചെയ്യാത്തൊരു പരിപാടിയാണ് അത്. അതായത് എക്സ്ട്രാ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യൽ. ഓക്കെ, നമ്മൾ ആകെ 1/2 ഇഞ്ച് മാത്രമാണ് സൈഡിൽ തയ്യൽ തുമ്പ് കൊടുക്കാറുള്ളൂ ബോയ്സിൻ്റെ പാൻറ്റിന്. പക്ഷെ ഞാനിത് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി സെൻറ്റർ ആ 8 ഇഞ്ച് അതിൻ്റെ അപ്പുറേക്കുള്ള സീം അലവൻസ് എല്ലാം കൂടി കിട്ടിയേക്കുന്നത് എത്രയാണോ ആ ക്രോച്ചിൻ്റെ അവിടെ 9.5 എടുത്തിട്ടുണ്ട്. ക്രോച്ച് എന്ന് പറഞ്ഞാൽ സീറ്റ്, അതിൻ്റെ പകുതി കണ്ടിട്ടാണ് ഞാൻ ആ ലൈൻ കൊടുത്തിരിക്കുന്നത്. ആ പകുതി കണ്ടു കൊടുത്തിരിക്കുന്ന ലൈന് നേരെ താഴേക്കും നമ്മൾ വരച്ച് എടുത്തിരിക്കുകയാണ്. ശേഷം കാലിൻ്റെ അവിടുത്തെ ലൂസ് ഉണ്ടല്ലോ, അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ആ കാലിൻ്റെ അവിടുത്തെ ലൂസ് 6 ഇഞ്ചാണ് വേണ്ടത്. ആ 6 ഇഞ്ചിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ നടുക്ക് കാണുന്ന ആ ലൈനിൽ നിന്ന് അപ്പുറേക്ക് 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ചും ഇപ്പുറേക്ക് 3 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് 2 സൈഡിൽ സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ കാണുന്നത് നമ്മൾ മടക്കി അടിക്കാനായിട്ടാണ്. അത് ടോട്ടൽ 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 മടക്കിനായിട്ടാണ് 3 ഇഞ്ച് കൊടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 3 ഇഞ്ചാണ് താഴേക്കുള്ള സീം അലവൻസായിട്ട് തയ്യൽ തുമ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ താഴത്തെ വിഡ്ത്തും അതിൻ്റെ ലൂസും സീറ്റിൻ്റെ അവിടുത്തെ വിഡ്ത്തും അതിൻ്റെ ലൂസും എല്ലാം ഇട്ടതിന് ശേഷമാണ് നമ്മൾ അതൊന്ന് ലൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യണതെന്ന് ഒന്ന് നോക്കാം. അളവുകൾ നമുക്ക് എപ്പോഴും കൃത്യമായിരിക്കണം. ഞാനിവിടെ മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വേസ്റ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, വേസ്റ്റ് മെഷർമെൻറ്റ് അതിൽ നിന്ന് 4ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 7ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞ് തരുന്നത്. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഈ വേസ്റ്റ് 28 ആണെങ്കിൽ +4 കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 32 കിട്ടും. ഓക്കെ, 32 ഡിവൈഡഡ് ബൈ 4 കൊടുക്കുമ്പോഴത്തേനും എത്രയാണോ കിട്ടുന്നത് ആ ആൻസറാണ് നമുക്കവിടെ എടുക്കേണ്ടത്. ഇനി നമ്മൾ എത്രയാണോ വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിൽ നിന്ന് നമുക്ക് എടുക്കുന്ന അളവനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അളവിൽ മാറ്റം വരും. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. 30 നമുക്ക് വേസ്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ +4 കൂട്ടുമ്പോഴത്തേനും സീറ്റിലേക്കുള്ള മെഷർമെൻറ്റ് മാറ്റം വരും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ആ താഴെ കാലിൻ്റെ അവിടേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എത്രയാണോ ആ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് കാലിൻ്റെ നീളം വരുന്നത് അതൊന്ന് ഞാൻ അളന്നെടുത്തു. അപ്പോൾ അതിൻ്റെ പകുതി കാണാൻ വേണ്ടിയാണ് ടേപ്പ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 ഇഞ്ചും കൂടി മേലേക്ക് എടുക്കുകയാണ് നമ്മൾ.
അപ്പോൾ എത്രയായി? 13 എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. പകുതി അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയപ്പോൾ 15. മേലേക്കാണ് കേട്ടോ നമ്മൾ ആ 15 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ആ 15 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് നമുക്ക് ആ ഷേപ്പിംഗ് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ലൂസ് ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രാ 1 ഇഞ്ച് ലൂസ് ഞാൻ അവിടെ ക്രോച്ചിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര വലുത് പോലെ വിട്ട് പോലെ തോന്നുന്നത്. എക്സ്ട്രാ എനിക്കത് അങ്ങനെ തോന്നി. എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി ഇടാനായിട്ട് ആവശ്യമാവുമല്ലോ, ഉപകരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ ഒരു മോഡൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അളവുകൾ മാത്രം കൃത്യമായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേവ് സ്കെയിൽ വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ കേവ് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ വളവ് എവിടേക്കാണ് വരുന്നത്? 2 സൈഡിലും ഉള്ളിലേക്കാണ് നമുക്ക് വളവ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് സ്കെയിൽ വയ്ക്കുക. ഓക്കെ, ഇനി നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കണം. നമ്മൾ ആ താഴത്തെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതും കൂടി കൂട്ടിയാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൽ കൂടെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ആ ഷേപ്പ് ചെയ്തതും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതും തമ്മിൽ വ്യത്യാസമായിട്ട് അറിയണമെങ്കിൽ 2 കളറ് ചോക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ. ഷേപ്പ് ചെയ്യാനായിട്ട് വേറെ കളറും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട് വേറെ കളറും ചോക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒന്ന് കറക്റ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് സ്റ്റിച്ചിങ് വരുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഫൈനൽ ലുക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മേലത്തെ പോർഷൻ്റെ ആ ഒരു അളവിൽ നിന്നും താഴേക്ക് വന്നപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒട്ടും തന്നെ ഷേപ്പ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ താഴെ കാലിൻ്റെ ആ ഒരു പോർഷൻ അങ്ങനെ നല്ല ലൂസാക്കി എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ അത് ഈ കാണുന്ന രീതിയിൽ ഞാനൊന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ക്രോച്ചിൻ്റെ സൈഡിൽ ക്രോച്ചിൻ്റെ അവിടെ ഒരു 2 ഇഞ്ചും താഴേക്ക് പോകും തോറും 1.5 ഇഞ്ച് ഗ്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്ന ആ പോർഷനിൽ മാത്രം 2 ഇഞ്ചാണ് ലൂസ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് കാലിൻ്റെ അവിടേക്കുള്ള പോർഷനിലെല്ലാം 1.5 ഇഞ്ച് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെ അളവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്രോച്ചിൻ്റെ മേലേക്ക് വരുന്ന പോർഷൻ വേസ്റ്റിലേക്ക് വരുമ്പോൾ എത്രയാണ് മെഷർമെൻറ്റ് നമുക്കിവിടെ ഉള്ളതെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ എടുക്കുന്ന സൈഡിൽ എനിക്ക് 8.5 വന്നിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ചും കൂടി നമ്മൾ കൂട്ടിയിട്ട് ഒരു 10.5 ആ ഒരു കണക്കിനാണ് നമ്മളവിടെ ഇതാക്കി എടുക്കുന്നത്, അളവ് അപ്പുറത്തേക്ക് വരച്ചെടുക്കുന്നത്. അതായത് ബാക്കിലെ ഇത് ഉണ്ടല്ലോ, ബാക്കിലെ തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കണമല്ലോ, ആ ഒരു പോർഷനിൽ ക്രോച്ചിൽ നിന്ന് വേസ്റ്റിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് ബാക്കിൽ 10.5 ഇഞ്ചാണ് നമുക്ക് വിട്ട് വേണ്ടത്. ഇനി ഞാൻ എക്സ്ട്രാ അതിൻ്റെ മേലേക്ക് എത്ര എടുക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. 3 ഇഞ്ചാണ് ഫ്രണ്ടിനേക്കാൾ ബാക്കിൽ കൂടുതൽ എടുക്കണ്ടേ. അത് നമുക്ക് അവിടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ആ ഒരു പീസിൽ എക്സ്ട്രാ എടുത്തിരിക്കുന്ന ആ 3 ഇഞ്ചിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. 1.25 ഇഞ്ച് വിടുത്തുള്ള എലാസ്റ്റിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള തയ്യൽ തുമ്പടക്കം എല്ലാം കൂട്ടിയിട്ടാണ് 3 ഇഞ്ച് നമ്മൾ അവിടെ മേലേക്ക് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ ബാക്കും ഫ്രണ്ടും തമ്മിൽ. അപ്പോൾ അത് വരച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞത് അത്രയും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മടിക്കേണ്ട കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ടൊന്ന് അറിയിക്കാം.
ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുകയാണ്. ഇതിനപ്പുറം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് സിബ് വയ്ക്കുന്ന സൈഡിലേക്ക് 2 പീസാണ്. അപ്പോൾ അത് ഈ കാണുന്ന ഷേപ്പിലുള്ള പീസ് ഞാൻ 2 ഇഞ്ച് വിഡ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നീളം എന്നുള്ളത് നമുക്ക് എത്രയാണോ സിബ് വയ്ക്കേണ്ടത്, അതായത് ഒരു 7 ഇഞ്ചാണോ 8 ഇഞ്ച് ലെങ്ത്തിലേക്കാണോ എത്ര ഇഞ്ച് ലെങ്ത്തിലേക്കാണ് നമുക്ക് സിബ് വയ്ക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വേണം നീളം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു പീസും കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും സിബ് അറ്റാച്ച് ചെയ്യാനുള്ള 2 സൈഡിലേക്കും നമുക്ക് സിബ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിച്ചിങ് എല്ലാം നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കും പാൻറ്റ് എന്ന് പറയുമ്പോൾ സിബൊക്കെ വയ്ക്കണം എന്തൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ആവശ്യം വരുമ്പോഴത്തേനും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കേണ്ടത് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഞാനിതിന് മുന്നേ നിക്കറും ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിക്കർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട്. സിബ് വെച്ചിട്ടുള്ള നിക്കറിൻ്റെ ഇട്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെന്തായാലും സിബ് വെച്ചിട്ടാണ് പാൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർമൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ ഒരു ടക്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബെൽറ്റ് ഇടാനായിട്ടുള്ള ഒരു ഐ ഹോള് പോലെ നമ്മൾ കൊടുക്കുമല്ലോ, അങ്ങനെ 4 ഹോള് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ഇട്ടിട്ടുള്ള ഒരു പിക്കാണ് കേട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ നമ്മളത് എങ്ങനെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ടക്ക് ഞാൻ അവിടെ ഒരെണ്ണം കൊടുത്തിട്ടുള്ളൂ. 2 എണ്ണം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഫോർമൽ പാൻറ് തന്നെ പല ടൈപ്പും ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പോക്കറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലും പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതൊന്നും വലിയ പണിയൊന്നുമല്ല. നമ്മൾ ഒരെണ്ണോ 2 എണ്ണോ ചെയ്ത് വരുമ്പോൾ നമുക്കെല്ലാം സിമ്പിളായിട്ട് തോന്നും. പക്ഷേ സ്റ്റാർട്ടിങ് എല്ലാം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പിന്നെ ലേഡീസിൻ്റെ തന്നെ ഇപ്പോൾ സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ഉള്ളവരായിരിക്കും എല്ലാവരും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ബോയ്സിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൂടുതലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.